ബാക്ക് ടു മൈ ചാനൽ. ഇനി വന്നിട്ടുള്ള ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫുഡ്സിൻ്റെ പിക്ചറൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ഡോണറ്റ്, അങ്ങനെയൊക്കെ ഐസ്ക്രീം, പിസ്സ, ജ്യൂസ്, അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് സ്റ്റിക്കറാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചർ കാർട്ടൂൺ ക്യാരക്ടറിന് അങ്ങനെ ആക്കി വരക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ വരക്കാം. അപ്പം നമുക്ക് ബട്ടർ പേപ്പർ വേണം. ബട്ടർ പേപ്പർ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ബട്ടർ പേപ്പറുമേ നമുക്ക് കുറച്ച് ഇത് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഓയിലൊന്ന് അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ശരിക്കും ബട്ടർ പേപ്പർ പോലെ ആയി. അപ്പോൾ നമുക്ക് സുഖമാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് സെല്ലോ ടാപ്പ് വേണം. ഞാൻ ഇപ്പോൾ സെല്ലോ ടാപ്പ് ഒന്ന് അതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബബിൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് ക്ലീൻ ആയിട്ട് തന്നെ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒക്കെ ഞാനൊന്ന് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബർഗറിൻ്റെ ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അതാകെ കേടുവരും. അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ. ഞാൻ വെട്ടുന്നത് ക്യാമറയിൽ കാണില്ല എന്നാണ് ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങണ ബർഗർ പോലെയാണ് ഇത്. നല്ല സ്റ്റിക്കർ പോലെയാണ്. ഇതിന് ഞാൻ ഗം യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യണം ഇതിമക്ക്. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ എനിക്കൊരു നല്ലൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് ഇതിൽ. ആദ്യം നമ്മൾ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് ആദ്യം ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ലാസ്റ്റാണ് ടാപ്പ് ഒട്ടിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഇത് ഒട്ടിക്കുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബട്ടർ പേപ്പറിൽ ഒന്ന് ഈ ടാപ്പൊന്ന് ഒട്ടിച്ച് വെക്കുക. ബബിൾസ് ഒന്നും ഇല്ലാതെ ക്ലീനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾക്ക് സെൻറ്ററിലേക്ക് നല്ല വൃത്തിക്ക് നമ്മൾ വെട്ടി വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ടത്. പക്ഷെ ഞാൻ ഇത് ഇവിടെ മറന്നു പോയി ചെയ്യേണ്ടത്. അപ്പോൾ ആകെ കുളമായി. പക്ഷെ എന്നാലും കുഴപ്പം, നമുക്ക് നല്ല കട്ടിക്ക് തന്നെ സ്റ്റിക്കർ കിട്ടി. അപ്പോൾ കുറച്ച് ഗ്ലേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ വെട്ടിയെടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകൾക്ക് സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. എന്നിട്ട് നടുവിൽ നമ്മൾ വെട്ടിയെടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ റെഡി. ഞാൻ ഒട്ടിക്കണതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും സക്സസ് ആവുന്നുണ്ടല്ല. എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഒട്ടിക്കണം നമ്മൾക്ക്. അപ്പോൾ ഒട്ടിച്ചാലോ? അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വർക്കാവുന്നുണ്ടോ വർക്കാവുന്നില്ലേന്ന്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കാണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടല്ലേ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തത്. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ അടിയിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടതിൻ്റെ. അപ്പം അങ്ങനെയൊക്കെ കട്ട് ചെയ്യാം. അപ്പം ഇത് എന്തായാലും സക്സസ് ആണ്. എല്ലാവരും ഒന്ന് എന്തായാലും ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ബുക്കുമ്പോൾ ഒട്ടിച്ച് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കും ഒട്ടിക്കാം. നിങ്ങൾ എന്തുപോലെയാണ് ഒട്ടിക്കണേ ഒട്ടിക്കാം. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയണതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ വീഡിയോ നോക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മുക്കും ഒട്ടിച്ച് വെക്കാം. അത് ബട്ടർ പേപ്പർ പെട്ടെന്ന് അതിമൊന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റി. അപ്പോൾ ഇനി അത് നമുക്ക് ബട്ടർ പേപ്പർ ഊരുമ്പോൾ നമ്മൾ ശരിക്കും സ്റ്റിക്കർ ഊരണ പോലെയാണ് ഉണ്ടാവുക.
സോറി ഊരിയിട്ടില്ല, ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ ഊരിയെന്ന് വിചാരിച്ചു, പക്ഷെ ഊരിയിട്ടില്ല. കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ സ്റ്റിക്കർ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇതൊന്ന് ബുക്കുമ്പോൾ ഒട്ടിച്ച് നോക്കാം. എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കണം, സിസ്റ്റർക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ അടിയിലേക്കൊന്ന് തട്ടി നോക്കുക, അത് പുറത്തേക്ക് പോകില്ല. നമ്മൾ എങ്ങനെ ചെയ്താലും അത് നല്ല സ്റ്റിക്കായിരിക്കും, നമ്മൾ പറിച്ചാൽ മാത്രം പോരുള്ളൂ. അപ്പോൾ കറക്റ്റ് സ്റ്റിക്കർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ